നമ്മളെ വീട്ടിൽ അത്യാവശ്യമുള്ളൊരു ചെടിയാണല്ലോ കറിവേപ്പില. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഓരോ കൊമ്പും കട്ട് ചെയ്തെടുത്ത് നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഒരേ ഇല മാത്രം അല്ലി മാത്രമായിട്ട് നമ്മൾ കട്ട് ചെയ്യരുത്. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിലെ മോനും ഫാമിലി അവിടെ ഉണ്ട്, അവനവിടെയാണ് ജോലി. അപ്പോൾ അവനക്ക് കൊടുത്തേക്കാനായിട്ട് ഞാൻ കുറച്ച് പാഷൻ ഫ്രൂട്ടും പിന്നെ കറിവേപ്പിലൊക്കെ കൊടുത്തേക്കാമെന്ന് ഉദ്ദേശിച്ചിട്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ കറിവേപ്പില എടുക്കാനായിട്ട്. ഇത് തണ്ടുകൾ മൂത്ത കാരണം കൊണ്ട് കത്തര കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല, അതാണ് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും നല്ലപോലെ ഒരുപാട് ശിഖരങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് കുറേ കറിവേപ്പില ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സാധാരണ കറിവേപ്പിലൊക്കെ ഒരുപാട് വിഷമടിച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് കറിവേപ്പില അതുപോലെ ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓനക്കിത് കൊടുത്തേക്കാനായിട്ട് കുറച്ച് കട്ട് ചെയ്ത് വേണം. അപ്പോൾ നമ്മൾ ഈ ഒടിച്ചെടുത്ത ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ശിഖരങ്ങൾ വരും. അപ്പോൾ ഇൻഷാല്ലാ ഇത്രയും കൊടുത്തേക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിലായാലും കൂടുതൽ എടുത്തു വെച്ചാലും ഇതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടും. അപ്പോൾ ഇനി ആരെങ്കിലും പോകുമ്പോൾ ഇനി കൊടുത്തേക്കാമല്ലോ. ഇതിപ്പോൾ മോളെ മക്കളാണ് പോണത്, അപ്പോൾ അവരെ കയ്യിൽ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കട്ട് ചെയ്തുള്ളത്. നല്ല ഫ്രഷ് അല്ല അല്ലേ, കഴുക പോലും വേണ്ട, അത്രത്തോളം ഫ്രഷായിട്ടുള്ള സാധനമാണിത്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.